ഭാഗവതവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഭാഗവതവും ആരോഗ്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആരോഗ്യപരമായ ചില ചിന്തകളും ചില ആചാരങ്ങളും ഭാഗവതത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം ഭാഗവത സപ്താഹം നടക്കുമ്പോൾ സാധാരണ ആചാര്യൻ എടുത്ത് വിശദീകരിച്ചു തരുന്നൊരു ഭാഗമുണ്ട്. അത് വിഷ്ണു സഹസ്രനാമമാണ്. ഭീഷ്മർ ശരശയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇന്ന് ഭഗവാൻ കൃഷ്ണ മുമ്പാകെ ഭീഷ്മർ പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമം. നമുക്ക് ഭാരതീയ ചിന്തയിൽ ശിവസഹസ്രനാമമുണ്ട്. പരമശിവന്റെ 1000 പേരുകൾ പറയുന്ന ശിവസഹസ്രനാമം. ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ചെന്നാൽ ലളിത സഹസ്രനാമമുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയപ്പെടുന്ന ലളിത സഹസ്രനാമം. നമുക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രനാമമുണ്ട്. ഇങ്ങനെ 10ഓളം ദേവസങ്കല്പങ്ങൾക്ക് ഹിന്ദുമതത്തിൽ സഹസ്രനാമമുണ്ട്. മറ്റെല്ലാ മതങ്ങൾക്ക് 1 പേരോ 2 പേരോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സഹസ്രനാമം ഒരു വ്യക്തി ചൊല്ലിയാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ ഉയർച്ച എന്താണ്? ഏറ്റവും ആദ്യമായി ഈ സഹസ്രനാമം ഇങ്ങനെ ചൊല്ലുമ്പോൾ സംസ്കൃത സാഹിത്യത്തിലെ അപാര സാധ്യതകളാണ് വേദവ്യാസനടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന ഒരു കുട്ടിക്ക് സാഹിത്യം പഠിക്കാൻ അപാര കഴിവായിരിക്കും. തമിഴ് സാഹിത്യമോ ഹിന്ദി സാഹിത്യമോ ഇംഗ്ലീഷ് സാഹിത്യമോ എന്തായാലും കൊള്ളാം, അതിൽ ആ കുട്ടി വളരെ പ്രാവീണ്യമുള്ള കുട്ടിയായിരിക്കും. രണ്ടാമത്, ഈ സഹസ്രനാമം പ്രയോഗിക്കാൻ വേണ്ടി വേദവ്യാസൻ സംസ്കൃതത്തിലെ വ്യാകരണത്തിൻ്റെ അപാരമായ സാധ്യതകളെടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. 2700 വർഷത്തിനുമാണ് പാണിനി അഷ്ടാധ്യായി എഴുതിയത്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ചിട്ട് ചോംസ്കിയും ബ്ലൂംഫീൽഡും അവർ ഗ്രാമറിൻ്റെ തലത്തൊട്ടപ്പന്മാരാണെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഒരു കാലമായിരുന്നു. അന്ന് ലണ്ടനിൽ വെച്ച് ഒരു വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് തുടങ്ങുകയാണ്. അവിടെ ഇന്ത്യയിൽ നിന്ന് പോയ സംസ്കൃത പണ്ഡിതൻ പാണിനിയുടെ അഷ്ടാധ്യായി 1865 ഏഷ്യാറ്റിക് സൊസൈറ്റി പബ്ലിഷ് ചെയ്തതിൻ്റെ 2 കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരെണ്ണം കൊണ്ട് ചോംസ്കിയും കൊടുത്തു, ഒരെണ്ണം കൊണ്ട് ബ്ലൂംഫീൽഡിനും കൊടുത്തു. 2 ദിവസം അത് വായിച്ചിട്ട് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസിൽ നിന്ന് ചോംസ്കി പ്രസംഗം തുടങ്ങുകയാണ്. പാണിനീസ് അഷ്ടാധ്യായി ഈസ് ദ മോണുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയിൽ മനുഷ്യന് എത്ര ബുദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അറിയണോ? പാണിനി അഷ്ടാധ്യായി വായിച്ചാൽ മതി എന്നാണ്. ബ്ലൂംഫീൽഡ് ഗ്രാമറിന്റെ തലത്തൊട്ടപ്പനെ നടക്കുകയാണ്. അങ്ങേര് സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുകയാണ്. വാട്ട് എവർ വി ഇൻവെന്റഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ടു ദിസ് ഗ്രേറ്റ് വർക്ക്. പാണിനി അഷ്ടാധ്യായിയുടെ പേജിന് അടിയിൽ എഴുതാനുള്ള കുറിപ്പ് മാത്രമേ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് ഏത് വ്യാകരണവും വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. മൂന്നാമത്തേത് ഓർമ്മശക്തിയാണ്. നമ്മുടെ കുട്ടി ഒരു ഡോക്ടറാവണം നമ്മൾ ആഗ്രഹിച്ചാൽ കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് പോകും. അവിടെ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ചോദ്യം വായിക്കാൻ 35 സെക്കൻഡ് പോവും. ആ OMR ഷീറ്റ് കറപ്പിക്കാൻ 10 സെക്കൻഡ് പോവും. പിന്നെ തലച്ചോറിലത് ഓർത്തെടുക്കാൻ 15 സെക്കൻഡ് കിട്ടത്തുള്ളൂ. ആ 15 സെക്കൻഡ് കൊണ്ട് ഓർമ്മശക്തി കിട്ടിയില്ലെങ്കിൽ ആരോഗ്യപരമായ വലിയൊരു കാര്യമാണ് ഓർമ്മശക്തി. 10-20 വയസ്സ് കഴിഞ്ഞ് നമുക്ക് അൽസീമേഴ്സ് ഡിമെൻഷ്യയൊക്കെ പിടിക്കും, ഓർമ്മശക്തി കുറയും. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ഓർമ്മശക്തി നിലനിന്നില്ലെങ്കിൽ ഡോക്ടറാവാൻ പറ്റില്ല. ഇനി എന്നെപ്പോലെ IAS പരീക്ഷ പാസ്സാവണമെങ്കിൽ, IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ അതിനു മുമ്പ് പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം. അവിടെയും 15 സെക്കൻഡേ കിട്ടത്തുള്ളൂ ചോദ്യത്തിന് ഉത്തരം ഓർമ്മ വരാൻ. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടി ഈ 1000 പേരുകൾ ഇങ്ങനെ കൃത്യമായി ഓർത്തിരിക്കുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിന് അപാര ഓർമ്മശക്തി ഉണ്ടാവും. ആ കുട്ടി പിൽക്കാലത്ത് ഡോക്ടറോ IAS എന്ത് വേണമെങ്കിലും ആയിത്തീരാൻ പറ്റും. ഇനി അങ്ങനെ സഹസ്രനാമം ചൊല്ലുന്നൊരു ഒരാൾ 60 വയസ്സ് കഴിഞ്ഞ് സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ 60 വയസ്സ് കഴിയുമ്പോൾ ഒരു 10-15% ആളുകൾക്ക് വരുന്ന രോഗമാണ് അൽസീമിയേഴ്സ്. ഭാര്യയെ കണ്ടറിഞ്ഞൂടാ, ഭർത്താവിനെ കണ്ടറിഞ്ഞൂടാ, ഡിമെൻഷ്യ, കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റിയല്ല. ഇങ്ങനെയുള്ള തലച്ചോറിൻ്റെ ഓർമ്മശക്തിയെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് പ്രിവെൻറ്റീവ് വാക്സിനാണ് സഹസ്രനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും സഹസ്രനാമം ചൊല്ലിയാൽ ഒരു അൽസീമേഴ്സും വരില്ല, ഒരു ഡിമെൻഷ്യയും വരില്ല, ഒരു ഓർമ്മക്കുറവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി 4മതായി ഈ സഹസ്രനാമം ചൊല്ലി എന്ത് പറ്റും? ഈ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഓരോ പാരഗ്രാഫ് അങ്ങോട്ട് കഴിയുമ്പം അടുത്ത പാരഗ്രാഫ് സഹസ്രനാമം തുടങ്ങുന്നത് ഓംകാര മന്ത്രമാണ്. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ലോകത്തിലെ മറ്റ് ഭാഷകളിൽ 2-3 സ്വരങ്ങൾ ചേർത്ത് വാക്കുണ്ട്. എന്നാൽ ഓംകാര മന്ത്രം ജപിക്കണമെങ്കിൽ IUM വരെയുള്ള 16 സ്വരവും ചേർത്ത് ലോകത്തിൽ ആകെ ഒരു വാക്കേ ഉള്ളൂ. ലോകത്തിലെ എല്ലാ ഭാഷകളിലുമായിട്ട് ആകെ ഒരു വാക്കേ ഉള്ളത് ഓംകാരമാണ്. ഈ ഓംകാരം ചൊല്ലുന്ന കുട്ടിയുടെ
വോക്കൽ കോഡ്സിൻ്റെ എല്ലാ ടെൻഡൻസിനും എക്സസൈസ് കിട്ടും. ആ എക്സസൈസ് കിട്ടുമ്പോൾ ആ കുട്ടി കിട്ടുന്ന വലിയൊരു ഗുണം എന്താണെന്നറിയാമോ? ആ കുട്ടിക്ക് ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും. ഈ സംസ്കൃതത്തിലെ വാക്ക് ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ കുട്ടിക്കൊരു മൈക്ക് കിട്ടിയാൽ നല്ലപോലെ പ്രസംഗിക്കാൻ പറ്റും. ആ കുട്ടിക്ക് ശബ്ദ സ്ഫുടത ഉണ്ടാവും. സംസ്കൃതത്തിൽ ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഹാ ഈ കറക്റ്റ് ഉച്ചാരണം വേണം. അപ്പോൾ ആ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ കുട്ടിയുടെ ശബ്ദത്തിന് ശബ്ദ സ്ഫുടത ഉണ്ടാവും. ഇനി ആ സംഗീതാത്മകമായി സഹസ്രനാമം ചൊല്ലുന്ന കുട്ടിക്ക് ശബ്ദ മധുരിമ ഉണ്ടാവും. കുട്ടിക്ക് ഏത് കർണാടക സംഗീതമോ ഏത് ഹിന്ദുസ്ഥാനി സംഗീതമോ പാടണമെങ്കിൽ കുട്ടിക്ക് ശബ്ദ മധുരിമ ഉണ്ടാവും. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന 4ാമത്തെ ഗുണമാണ്. ഇനി 5ാമതായിട്ട് എന്ത് സംഭവിക്കും? 5ാമതായിട്ട് ഈ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന വലിയൊരു ഗുണമാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒന്നിനെയും മറ്റൊന്നിനോട് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. തലച്ചോറിൻ്റെ പല ഭാഗമാണ് ഈ ഓർമ്മശക്തിയെ കൺട്രോൾ ചെയ്യുന്നത്. ഫ്രണ്ടൽ ലോബ് ചിലത് നോക്കും, ചിലത് വേറൊരു ഭാഗം നോക്കും. ഇനി സ്പിരിച്വൽ മാറ്റർ സെറിബെല്ലം നോക്കും. അപ്പോൾ തലച്ചോറിൻ്റെ പല ഭാഗങ്ങൾ കോർഡിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരാളൊരു ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്ന് ഒരു സിംറ്റം പറഞ്ഞു, ഡോക്ടർക്ക് ഉടനെ തലച്ചോറ് കണക്ട് ചെയ്യണം, ഇത് ഇന്ന രോഗത്തിൻ്റെതാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പേഷ്യൻ്റ് ഒന്ന് എനിക്ക് ഇന്ന രോഗം ആണെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ, ഡോക്ടറെ തലച്ചോറിൽ അപ്പോഴേ ആ രോഗത്തിൻ്റെ സിംറ്റം എന്തൊക്കെയാണ്, ഇനി ആ രോഗം എങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നു, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. ഡോക്ടർ ഒരു മരുന്ന് കുറിക്കാൻ എടുക്കുകയാണ്. എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് ഓർക്കാൻ കഴിയാത്ത ഒരു ഡോക്ടർ മരുന്ന് കുറിച്ചാൽ പേഷ്യൻ്റ് ചത്തുപോകും. അപ്പോൾ ഈ കോൺട്രാ ഇൻഡിക്കേഷൻ വളരെ പ്രധാനമാണ്. എന്നെപ്പോലെ IAS പാസ്സായ ഒരു കളക്ടറോ SP ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ 160 ഗ്രാമമുണ്ട്. ഈ ഓരോ ഗ്രാമത്തിലെ ജനസംഖ്യ എത്ര, ഏത് മതമാണ് ഭൂരിപക്ഷം ആ ഗ്രാമത്തിൽ, ഏത് ജാതിക്കാണ് ഭൂരിപക്ഷം, അവിടെ പ്രധാനപ്പെട്ട ആരാധനാലയം വല്ലതും ഉണ്ടോ, സ്ഥിരമായ വല്ല പ്രശ്നമുണ്ടോ, ഇത് തലച്ചോറ് ഓർക്കാത്ത ഒരാൾ കളക്ടറോ SP ആവാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് അപാരമായി കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ കിട്ടും. ഭഗവാന്റെ തലയിലോട്ടാണ് നോക്കുന്നെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ കേശവ, ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടംപോലെ തലമുടിയാണ് കേശവ എന്നുള്ളത്. ഇനി ശിവസഹസ്രനാമം എടുത്തിട്ടാണ് നമ്മൾ സഹസ്രനാമം ചൊല്ലുന്നതെങ്കിൽ പരമശിവനെ വർണ്ണിക്കും. ഗംഗാധര, തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കല ഉള്ളവനെ എന്ന് വിളിക്കാം. ലളിത സഹസ്രനാമം എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഭഗവതിയുടെ തലയിലെ പ്രത്യേകം നോക്കും. ഇനി കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമാണെങ്കിൽ മുരളീധര, മുരളി കയ്യിൽ വെച്ച് പാടുന്നവനെ എന്ന് വിളിക്കാം. ലളിത സഹസ്രനാമാണെങ്കിലോ വീണ പുസ്തക ധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതിയെ എന്ന് വിളിക്കാം. ഗദാചക്രപാണി എന്ന് വിഷ്ണു ഭഗവാനെ വിളിക്കുമ്പോൾ ഒരു കയ്യിൽ ഗദയും മറ്റേ കയ്യിൽ ചക്രവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കാം. ശിവസഹസ്രനാമത്തിൻ്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്തു. പൊട്ടാക്കി ഫാല വട്ടത്തിരിമിഴി ജടയെ കാറൊളിച്ചാര് കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂ അതിനോട് വടിവാക്കി പരം ചന്ദ്രകണ്ഠൻ മട്ടൊക്കെ തന്നെ മാറി പ്രഥയുടെ സുതനായി കാട്ടിലുൾപ്പൊക്ക് വൈരിമിട്ട കാട്ടാളനെ. 16 കാര്യം കുട്ടിയുടെ തലച്ചോൽ ഓർത്തെങ്കിലേ പരമശിവന്റെ മുഖം കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബും പീനിയൽ ഗ്ലാൻഡും പാരാസെറിബെല്ലവും എല്ലാം കണക്ട് ചെയ്തിട്ട് കണക്റ്റഡ് മെമ്മറി എന്ന് പറയുന്ന വലിയ പരീക്ഷകൾ പാസ്സാവാനുള്ള അപാരമായ കഴിവ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യും സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പോൾ. അപ്പോൾ ആദ്യമായി ഭാഗവതത്തിലെ വിഷ്ണു സഹസ്രനാമം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ചൊല്ലി പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യകരമായ ഗുണങ്ങൾ വളരെ വലുതാണ്. രണ്ടാമതായി, ഭാഗവത സപ്താഹം നടക്കുമ്പോൾ യജ്ഞാചാര്യൻ ഒരു ദിവസം ഈ നരകവർണ്ണന എടുത്ത് പറഞ്ഞാണ്. നരകവർണ്ണന, നരകത്തിൽ ഉള്ള ശ്രീമദ് ഭാഗവതത്തിൽ 28 നരകമാണ്, ദേവി ഭാഗവത്തിൽ 76 ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഈ നരകവർണ്ണന എടുത്ത് രസകരമായി വായിക്കാറുണ്ട്. അപ്പോൾ ഈ ഓരോ നരകത്തിൽ പോകുന്ന ഏത് പാപം ചെയ്തിട്ടാണ്, 7 സ്വർഗത്തിൽ പോകാൻ എന്തൊക്കെ ചെയ്യണം, 7 പാതാളങ്ങളുണ്ട്, അതലം വിതലം സുതലം, ഇങ്ങനെ പാതാളങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്വർഗവും പാതാളവും നരകവും ഒക്കെ ടെമ്പററിയുടെ നരകത്തിൽപ്പെട്ടവന് പുനർജന്മമാണ്. അപ്പോൾ ഇത് ഓരോന്നിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ മോക്ഷം കിട്ടണമെന്നും നരകത്തിൽ പോരുമെന്നും ആഗ്രഹിക്കും. അപ്പോൾ എന്താണ് പുണ്യം, എന്താണ് പാപം, ഇത് ഭാഗവതം ഒറ്റ സെൻറ്റൻസിലാണ് പറയുന്നത്. മലയാളത്തിൽ കവി തർജ്ജമ ചെയ്തിട്ടുണ്ട്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഉപകാരം ചെയ്താൽ അത് പുണ്യമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ അത് പാപമാണ്. അപ്പോൾ ഓരോ നരകത്തിൻ്റെ വർണ്ണന കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ആ നരകത്തിൽ പോകണ്ട അല്ലേ, അപ്പോൾ ആ പാപം ഒഴിവാക്കിയേക്കാം എന്ന് നമ്മൾ ധരിക്കും. അപ്പോൾ ഇവിടെ രസകരമാണ്. ഞാനാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പുണ്യം ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഒരു ബിഡ്ഡി ഗൂസ്മോണ്ട നമ്പർ 1 ആണ് ഞാൻ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഞാൻ നരകത്തിൽ വീഴാമ്പോൾ നരകം എനിക്കറിയാം. 28 നരകങ്ങളിൽ ഏറ്റവും താഴെ ഒരു നരകമുണ്ട്, ഘോര കുംഭീഭാഗം നരകം.
ബ്രാഹ്മണരെ കൊല്ലുന്നവരും പക്ഷികളെ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നവനുമാണ് അവിടെ പോയി വീഴുന്നത്. ഞാൻ ഒരുപാട് മട്ടൺ ചിക്കൻ തിന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഞാൻ പോയി വീഴാൻ പോകുന്ന പക്ഷികളെ മൃഗങ്ങളെ കൊന്ന് തിന്നുന്നവർ പോകുന്ന നരകത്തിലേക്കാണ്, ഘോര ഉപവിഭാഗ നരകം. അപ്പോൾ ഈ നരകവർണ്ണന കഴിയുമ്പോൾ ഭാഗവത സപ്താഹം കേൾക്കുന്ന ഭക്തൻ വിചാരിക്കും, ഓഹ് ഘോര ഉപവിഭാഗം വേണ്ട അല്ലേ, അപ്പം നാളെ തൊട്ട് പക്ഷികളെയും മൃഗങ്ങളെയും കൊന്ന് ഭക്ഷിക്കരുത്, അവൻ മര്യാദയാവും. പിന്നെ അവൻ വലിയ ഇറച്ചി തീറ്റി അവൻ നിർത്തിയിട്ട് അവൻ മര്യാദയ്ക്ക് നോർമൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ നരകവർണ്ണന വരുമ്പോഴാണ് പാതാളത്തിൻ്റെ കഥ പറയും. അതലം വിതലം സുതലം. സുതലത്തിലാണ് മഹാബലി പോയി കിടക്കുന്നത്, കേരള മലയാളികളുടെ പഴയ മഹാബലി. അപ്പോൾ അദ്ദേഹം ദാനധർമ്മം ചെയ്തുകൊണ്ട് സുതലത്തിൽ പോയി. അപ്പോൾ ഇത് കിടക്കാനുള്ള നല്ല സ്ഥലമല്ലേ, എന്നാൽ പിന്നെ നാളെ ദാനം ചെയ്ത് കളയാം, ഭക്ഷണം കൊടുത്തു കളയാം എന്ന് നമുക്ക് തോന്നിയാൽ നാട് നന്നായി, നമ്മുടെ സ്വഭാവം നന്നായി, നമ്മുടെ ആരോഗ്യവും നന്നായി. ഈ വേണ്ടാത്ത ആഹാരങ്ങൾ ഒഴിവാക്കുമ്പോൾ. ഭാഗവതത്തിലെ പുനർജന്മ കഥകൾ 44 പുനർജന്മ കഥയുണ്ട് ഭാഗവതത്തിൽ. അതിൽ യജ്ഞാചാര്യൻ ഒരു സാമ്പിൾ 3 എടുത്ത് നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ ഗജേന്ദ്രൻ്റെ മോക്ഷത്തിൽ ഗജേന്ദ്രൻ്റെ പൂർവ്വജന്മം എന്താണെന്നോ നമ്മുടെ പൂതനയുടെ പൂർവ്വജന്മം എന്താണെന്നോ ഒക്കെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പുനർജന്മ കഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ക്യാരക്ടർ ആൻഡ് ഹാബിറ്റിനെ വളരെ സ്വാധീനിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഭാര്യമാരെ ഭർത്താക്കന്മാർ തല്ലിയാൽ ആ ഭർത്താവ് അടുത്ത ജന്മത്തിൽ ഒരു പെൺകുട്ടിയായി ജനിക്കും. ഇതിൽ നല്ലപോലെ അടിക്കുന്ന ഒരു പുരുഷന്റെ ഭാര്യയാവും. ഈ ജന്മത്തിൽ ഭാര്യ കൊടുത്ത അടി അതിന്റെ പലിശ സഹിതം അടുത്ത ജന്മത്തിൽ വാങ്ങിക്കും. എന്നിട്ടേ പുരുഷൻ രക്ഷപ്പെടുള്ളൂ, ഭർത്താവ് രക്ഷപ്പെടുള്ളൂ. ഈ ഭാഗവത സപ്താഹം കേൾക്കുന്ന പുരുഷൻ അന്ന് ഭാര്യയെ തല്ലുന്ന പുരുഷനാണ് ആടി നിർത്തുന്നത്. കാര്യം ഇതുവരെ കൊടുത്ത അടിയുടെ പലിശ വാങ്ങിച്ചാൽ പോരെ, ഇനി അടിച്ച് അതിന്റെ പലിശയോടെ വാങ്ങിക്കണ്ടല്ലോ എന്ന് ഭർത്താവിന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കുടുംബത്തിൽ ശാന്തിയായി. വെറുതെ അടിച്ച് പിടിച്ച് ഇല്ലാത്ത കുഴപ്പമുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യമില്ല. അല്ലെങ്കിൽ യജ്ഞാചാര്യൻ ചിലപ്പോൾ എടുത്ത് പറഞ്ഞു തരും ഭരതരാജാവിൻ്റെ പുനർജന്മം. ഭരതരാജാവ് ഭംഗിയായിട്ട് രാജ്യമൊക്കെ ഭരിച്ചു കഴിഞ്ഞ് അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ പോയി. അപ്പോൾ ഒരു സിംഹം ഒരു പൂർണ്ണ ഗർഭിണിയെ മാനെ ഓടിക്കുകയാണ്. മാനെ രക്ഷിക്കാൻ വേണ്ടി ഭരതൻ പെട്ടെന്നെടുത്ത് ചാടി. പക്ഷേ ഈ പൂർണ്ണ ഗർഭിണിയെ മാൻ എടുത്ത് ആറ്റിച്ചാടി. അപ്പോൾ ഇത്ര പൂർണ്ണ ഗർഭിണി സിംഹത്തേക്കാൾ വേഗത്തിൽ ഓടിയത് കാരണം മാൻ അങ്ങ് പ്രസവിച്ചു. പക്ഷേ മാൻ ചത്തുപോയി, കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടിയെ ഭരതരാജാവ് എടുത്ത് വളർത്തി. നല്ല കാര്യമാണ് ചെയ്തേ. പക്ഷെ ഭഗവാനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഈ കലമാനിലായിപ്പോയി. അതുകൊണ്ട് ഭരതരാജാവ് അടുത്ത ജന്മത്തിൽ ഒരു കലമാൻ കുട്ടിയെ ജനിച്ചിട്ട് കലമാനായി ജീവിക്കേണ്ടി വന്നു എന്നാണ്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീക്ക് മനസ്സിലാവും, പോമറേനിയം പട്ടി മടി വെച്ച് ഉമ്മ കൊടുത്തുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ പോമറേനിയം പട്ടിയെ ജനിക്കും. ആ സ്ത്രീക്ക് മനസ്സിലാവും. അതോട് പട്ടിയും മടിയും താഴെ ഇറക്കും. ഈ പട്ടി വെറുതെ ഉമ്മ കൊടുത്ത് ഈ പട്ടിയുടെ ശരീരത്തിലെ രോഗങ്ങളെല്ലാം വയറ്റിൽ കയറി ലങ്സിന് രോഗം വന്ന് എന്തെല്ലാം രോഗവും അലർജിയൊക്കെ ഉണ്ടാവും. അപ്പം പട്ടിയെ താത്ത് വെച്ച് കഴിയുമ്പോൾ ആ അലർജി എന്നൊക്കെ ആ സ്ത്രീ രക്ഷപ്പെട്ടില്ലേ. അപ്പം ഈ നരകവർണ്ണനയും പാതാളവർണ്ണനയൊക്കെ വളരെ ശ്രദ്ധേയമായി നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കും. ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മൂന്നാമതായി, എന്തിനാണ് ഈ ഭാഗവതം എഴുതിയത്? ഭാഗവതം എഴുതിയത് മരണഭയത്തിൽ നിന്ന് പരീക്ഷത്തിനെ മോചിപ്പിക്കാനാണ്. പരീക്ഷിത് രാജാവ് വേട്ടയാടാൻ പോയി. എന്നിട്ട് ദാഹിച്ചപ്പോൾ ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. അത് വീട്ടുടമസ്ഥനോട് തപസ് ചെയ്യുന്ന ഒരു സന്യാസിയായിരുന്നു. അയാൾ കേട്ടില്ല. ദേഷ്യം വന്നിട്ട് ഒരു പാമ്പനെടുത്ത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. അത് കണ്ടുകൊണ്ട് സന്യാസിയുടെ മകൻ കയറി വന്നു. നിന്നെ 7 ദിവസത്തിനകം തക്ഷകം കടിച്ചാവടാന്ന് ശപിച്ചു. അപ്പം ഈ മരണഭയം പരീക്ഷത്ത് പോയി ഒളിച്ചിരുന്നപ്പോൾ ശ്രീശുകൻ വന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പം ചത്ത വൈരാഗ്യത്തിന് പാമ്പിനെ കൊല്ലാൻ തീരുമാനിച്ച ജനമേജയൻ ഭയങ്കര സർപ്പസത്തം നടത്തി. ആ സർപ്പസത്തത്തിൽ വെച്ച് ജനമേജയന് മരണഭയം ഉണ്ടായി. അങ്ങനെ ജനമേജയൻ പോയി ഒളിച്ചിരുന്നപ്പോൾ ജനമേജയന് വേദവ്യാസൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവീ ഭാഗവതം. ഇനി സർപ്പസത്രം ഒരു പർട്ടിക്കുലർ പരിപാടി കഴിഞ്ഞപ്പോൾ ആസ്തിക മഹർഷി അവിടെ വന്നു. ഈ ആസ്തികൻ എന്ന് പറഞ്ഞാൽ തക്ഷകന്റെയും വാസുകിയുടെയും സഹോദരി മാനസയും ഒരു ബ്രാഹ്മണൻ കല്യാണം കഴിച്ചുണ്ടായതാണ് ഈ ആസ്തികൻ. അതായത് തക്ഷകന്റെ അനന്തരവനാണ് ഈ ആസ്തികൻ വന്നിട്ട് സർപ്പസത്രം നിർത്തി. സർപ്പസത്രം നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വൈശമ്പായനം പറഞ്ഞു, എൻ്റെ ഗുരു പറഞ്ഞൊരു കഥയുണ്ട്, മഹാഭാരത കഥ എന്ന് പറഞ്ഞ് വൈശമ്പായനാണ് ആ സർപ്പസത്രം നടന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാഭാരതം ഉപദേശിക്കുന്നത്. ഞാൻ ഈ ഭാഗവതം നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, ഈ സർപ്പസത്രം നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ വടക്കേ ഇന്ത്യയിൽ എപ്പോഴെങ്കിലും പോയാൽ ഈ ഹിന്ദുക്കട പുണ്യസ്ഥലം വിസിറ്റ് ചെയ്യും. അങ്ങനെ ഭാഗവതം പറഞ്ഞ ഒറിജിനൽ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, സർപ്പസത്രം നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഈ പരീക്ഷിത് രാജാവ് കാണിച്ച തെറ്റ് ലോകത്തിന് അത്ഭുതകരമായ 3 പുസ്തകം കിട്ടി. ശ്രീമദ് ഭാഗവതം കിട്ടി, ദേവി ഭാഗവതം കിട്ടി, മഹാഭാരതം കിട്ടി. ഈ ഒരൊറ്റ പരിപാടിയിൽ തുടങ്ങിയതാണ്. അപ്പം ഈ പരീക്ഷിത് രാജാവിൻ്റെ മരണഭയം മാറ്റാനുള്ളതാണ് ഭാഗവതം.
7 ദിവസം ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ പരിഷത്ത് രാജാവിൻ്റെ രൂപം മാറിയത് കണ്ടോ? തക്ഷകനോ വരട്ടടാ കടിക്കട്ടടാ, എനിക്ക് മരണമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പരിഷത്ത് മാറി. തക്ഷകൻ വന്ന് കടിച്ച് പരിഷത്ത് രാജാവ് മരിച്ചുപോയി. ജനമേജയൻ പക്ഷെ രക്ഷപ്പെട്ടു. ജനമേജയന് സർപ്പദംശനം ഉണ്ടായില്ല, ജനമേജയൻ രക്ഷപ്പെട്ടു. അപ്പം ഈ ഭാഗവത സപ്താഹം ഇത് പറയുമ്പോൾ നമുക്ക് മരണഭയമില്ലാതെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. മരണഭയം ഉണ്ടായാൽ അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഇതുപോലൊരു പരിപാടി ഈ ഭൂമിയിൽ വേറെയില്ല. മരണഭയം ഉണ്ടായാൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും, നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും, നമ്മുടെ തലച്ചോറിന് പ്രധാനപ്പെട്ട ഒരു രോഗം ഉണ്ടാവും. എൻ്റെ ഒരു കസിൻസിന് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. 140 കിലോ ഭാരമാണ്, 5 അടി പൊക്കം. അതായത് കസിൻ സിസ്റ്ററുടെ നീളവും വീതി ഏകദേശം തുല്യമാണ്. പല മരുന്ന് നോക്കി ഒരു രക്ഷയില്ല. മെഡിക്കൽ കോളേജിൽ 2 പ്രൊഫസർമാർ എന്നെ വിളിച്ച് പറഞ്ഞു, സാർ ഇടപെട്ടളല്ലേ, ഞങ്ങളൊരു വേല ഇറക്കാൻ പോകുന്നു പറഞ്ഞു. ഒരു ദിവസം ഈ സ്ത്രീക്ക് എന്തോ അസ്വസ്ഥ വന്നു. 150 കിലോ ഉള്ള സ്ത്രീയല്ലേ. അസ്വസ്ഥ വന്നപ്പം കൂടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം കൂടെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അയ്യോ മാഡം, പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മാഡം ഒരു 2 മാസം കൂടെ ജീവിച്ചിരിക്കുള്ളൂ, ചത്തു. എന്തുവാണ് എൻ്റെ രോഗം? അതൊന്നും മാഡം ചോദിക്കല്ലേ മാഡം, അയ്യോ വല്ലാത്ത രോഗമാണ്, ഞങ്ങൾക്ക് പറയാൻ വയ്യ, കഷ്ടതയൊന്നും ഉണ്ടാവാതെ മാഡം അങ്ങ് ചത്തോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഏറ്റവും സീനിയർ ഡോക്ടേഴ്സ് അല്ലേ ഈ പറഞ്ഞ 3 എണ്ണം. എൻ്റെ കസിൻ എന്ത് ചെയ്യുന്നറിയാമോ? മരണഭയം കയറി. ആഹാരം കഴിക്കാൻ വയ്യ, വിശപ്പില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ 140 കിലോ ഉള്ള കസിൻ 100 കിലോ ആയി. 2 മാസം ആയപ്പോഴത്തേന് 140 കിലോ ഉണ്ടായിരുന്ന കസിൻ 70 കിലോ ആയി. നല്ല പരുവമായി ഈ മരണഭയം വന്നപ്പോഴത്തേന്. മരണഭയം വന്നാൽ ഒന്നാമത് വിശപ്പുണ്ടാവില്ല, രണ്ടാമത് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബോഡിയെ നമ്മൾ നോക്കിയില്ല, മരിക്കാൻ പോയില്ലേ. അപ്പോൾ ഈ ക്യാൻസർ വന്ന് എക്സ്ട്രീം പൊസിഷനിലെത്തുന്ന പേഷ്യൻസ് ബിഹേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പരുവത്തിലേക്ക് മനുഷ്യനെത്തും. അപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ മരണഭയം മാറ്റുക എന്നുള്ളതാണ്. ആ മരണഭയം മാറ്റുന്നതോടുകൂടി നമുക്ക് മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി ഉൾപ്പെടെയുള്ള മാനസിക രോഗങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ അതനുസരിച്ച് ഈ മരണഭയം വരുമ്പോൾ നമ്മുടെ നമ്മൾ മാറ്റുന്ന ഹാബിറ്റ്സ് ഇല്ലേ, ആ ഹാബിറ്റിൽ നിന്നുള്ള പ്രശ്നത്തിൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ഭാഗവതം ആരോഗ്യം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. 2007 തുടങ്ങിയപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ലൈബ്രറിയിൽ പുസ്തകം എടുക്കുകയായിരുന്നു. പുസ്തകം അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജാതകം താഴെ വീണു. പാലക്കാട്ട് കാരണം ഒരു ജ്യോത്സ്യൻ എൻ്റെ ജാതകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചുമ്മാ തുറന്നു നോക്കിയപ്പോൾ 2007 മാർച്ച് 30 ശേഷം ശുഭം എന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ 2ാമത് ജാതകം ആലപ്പുഴക്കാരനടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് നോക്കിയപ്പം 2007 മാർച്ച് 30 ശേഷം അന്യത്ര ചിന്തയേൽ 2 പേരും ഓരോ സാധനം എഴുതി വെച്ചു. എനിക്ക് മനസ്സിലായി പോക്ക് തന്നെ, മരണം ഉറപ്പാണ്. മാർച്ച് 30 രാവിലെ ഞാൻ പള്ളിയിൽ പോയി. ഞങ്ങളുടെ ക്രിസ്തീയ വിശ്വാസപ്രകാരം കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് എല്ലാം ചെയ്ത് വൈകിട്ടൊരു 9 മണിയായപ്പോൾ വീണ്ടും ഓഫീസിൽ നിന്ന് ഇറങ്ങി വീണ്ടും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. 31 രാവിലെ ഞാൻ വീണ്ടും പള്ളിയിൽ പോയി കുർബാനയൊക്കെ സ്വീകരിച്ച് വൈകിട്ടായപ്പോൾ ഞാൻ പള്ളിയിൽ പോയി ക്രിസ്തീയ വിശ്വാസപ്രകാരം മരണം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറേ പ്രാർത്ഥനകളുണ്ട്, അതെല്ലാം ചൊല്ലി മരണത്തിന് റെഡിയായി. രാത്രി 9 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് ഞാനൊരു ബെന്നിനും അണ്ടർവെയർ ഒരു പാൻറ്റ് എടുത്തിട്ട് നല്ലൊരു ഷർട്ട് എടുത്തിട്ട് ഭാര്യ വെച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അണ്ടർവെയറും ബെന്നിനെല്ലാം വലിച്ച് കയറ്റുന്നതെന്ന് വെച്ചാൽ ഭാര്യയോട് പറയാൻ പറ്റുമോ ചാവാൻ പോകാൻ. ഭാര്യ ആണും മുന്നോട്ടാകെ ഒരു മോളേ ഉള്ളൂ, സഹായിക്കാൻ ആരും ഇല്ല. എനിക്ക് 3 പെൺപിള്ളേരാണ്, 3 പേരും ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരുവത്തിന് ഞാൻ ചാവുമെന്ന് പറഞ്ഞാൽ ഭാര്യ ഇതെങ്ങനെ ശരി എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഭാര്യ ഇട്ട്, ഞാൻ ഒരിക്കലും പൗഡർ ഇടാത്ത മനുഷ്യനാണ്. അന്ന് പൗഡറൊക്കെ എടുത്തപ്പോഴും ഇട്ട് ഞാൻ ഒരിക്കലും സെൻ്റ് അടിക്കുകയില്ല. എൻ്റെ മൂത്ത മോക്കൊരു സെൻറ്റ് ഉപ്പ് ഉണ്ടായിരുന്നു, അതെടുത്ത് പിശ് നല്ല അടുത്ത് അടിച്ച് ചാവ് കിടക്കുമ്പോൾ നാറാൻ പാടില്ല, ചത്ത് കിടക്ക വെച്ചിട്ട് മണത്തോട് കിടക്കണ്ടേ. അങ്ങനെ മരണം കാത്ത് കിടന്നു. രാവിലെ 7 മണിയായപ്പോൾ ഉണർന്ന് ഞാൻ തപ്പി നോക്കി, സ്വർഗ്ഗമാണോ നരകമാണോ ഭൂമിയോടോ എന്ന് അറിഞ്ഞുവിടാം. തപ്പി നോക്കിയാൽ മനസ്സിലായി ഭൂമിയിലാണ് സംഭവം. ഞാൻ പിന്നെ ഈ പാലക്കാട് ജോത്സ്യൻ്റെ അടുത്ത് എന്താണ് ഈ കാണിച്ചു വെച്ചത്. അയാൾ പറഞ്ഞു, സാറേ, അയാളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. സാറേ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. സാറിൻ്റെ അമ്മ സാറിൻ്റെ ജനനസമയം പറഞ്ഞപ്പം അമ്മ എല്ലാം പ്രസവിച്ച് അബോധാവസ്ഥയിലായി കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ തെറ്റിയിട്ടുണ്ട്. ഈ സമയം സാറ് പറഞ്ഞ സമയത്ത് ജനിച്ചെങ്കിൽ സാറ് മാർച്ച് 30 ശേഷം ജീവിച്ചിരിക്കാൻ പറ്റിയല്ല. പിന്നെ സാറ് പുണ്യമൊക്കെ ചെയ്തിട്ട് ഭഗവാൻ അങ്ങ് ആയുസ് നീട്ടി തന്നെ എന്നെ കുറ്റം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ആലപ്പുഴ ജോലിസിന് അവൻ ഇത് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഈ മരണഭയം അനുഭവിച്ചപ്പോഴാണ് എന്തൊരു പരിഭ്രമം എന്നറിയും. ചാവാമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഈ ഭാഗവതത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക. ദൈവീഭാഗവത ലക്ഷ്യം എന്താണ്? മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഭാഗവത സപ്താഹം കഴിയുന്ന മനുഷ്യൻ ഈ മുടക്കുഴ ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ അവന് പിന്നെ മരണഭയം ഇല്ല. അപ്പോൾ തന്നെ അവൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല പരിഭ്രാന്തി ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവും. ഇനി മരണഭയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള പീനൽ ഗ്ലാൻഡുണ്ട്. പീനൽ ഗ്ലാൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആ പീനൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ അപകടകരമായിട്ട് മാറും, ഭയങ്കര അപകടകരമായിട്ട് മാറും.
പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉപയോഗിക്കുന്ന എൻസൈംസിൻ്റെയും ഹോർമോൺസിൻ്റെയും അളവ് മാറും മരണഭയം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഭാഗവതം മരണഭയം മാറ്റുന്നതോടുകൂടി നമ്മൾ നോർമൽ ലൈഫ് നയിക്കാനും തദ്വാര മാനസികവും ശാരീരികവുമായ നമ്മുടെ ആരോഗ്യം ശരിയാവാനും പറ്റും. അതാണ് ഭാഗവതം നമുക്ക് ആരോഗ്യം കൊണ്ടുവരുന്ന മൂന്നാമത്തെ ഭാഗം. ഇനി നാലാമത്തെ ഭാഗം എന്താണ്? നാലാമത്തെ ഭാഗം ഭഗവാന്റെ വിശ്വരൂപമാണ്. അപ്പോൾ വിഷ്ണു ഭഗവാന് 5 തവണയാണ് വിശ്വരൂപം കാണിക്കുന്നത്. അതിലൊന്ന് വാമനാവതാരത്തിലാണ്. വാമനൻ അങ്ങ് ആകാശം വിട്ട് വളർന്ന ഭൂമി അളന്ന സംഭവമാണ്. പക്ഷെ ബാക്കി 4 വിശ്വരൂപങ്ങൾ കാണിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അത് ഭാഗവതത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ വലിയ കുസൃതിയൊക്കെ കാണിച്ച മണ്ണ് വാരി തിന്നുകയൊക്കെ ചെയ്തപ്പോൾ വളർത്തമ്മ യശോദാമ്മ വിളിച്ച് ചൂടായി വടിയെടുത്തു. ഭഗവാൻ വായങ്ങ് തുറന്ന് കാണിച്ചു. അതിനകത്ത് വിശ്വരൂപം കണ്ടു യശോദാമ്മ. എന്താണ് കണ്ടത്? താഴ്വാരകൾ, മലകൾ, അങ്ങനെ പ്രകൃതിരമണീയമായ കാഴ്ചയാണ് യശോദാമ്മയെ കാണിച്ചത്. രണ്ടാമത് ഭഗവാന് സന്ധി സംഭാഷണത്തിന് പോയി. മഹാഭാരതത്തിന് സന്ധി സംഭാഷണം. മഹാഭാരത സന്ധി സംഭാഷണത്തിന് പോയി ദുര്യോധനനും കർണനും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ദുര്യോധനൻ തീരുമാനിച്ചു ഭഗവാനെ അറസ്റ്റ് ചെയ്തളയാൻ തീരുമാനിച്ചു. ദുര്യോധനന്റെ മോളെയാണ് ഭഗവാൻ കൃഷ്ണൻ മോൻ കെട്ടിയിരിക്കുന്നത്, സാമ്പൻ കെട്ടിയിരിക്കുന്നത്. അപ്പം ബന്ധുക്കളാണ് രണ്ടുപേരും. പക്ഷേ ദുര്യോധനൻ തീരുമാനിച്ച് അറസ്റ്റ് ചെയ്തതാണ്. അപ്പം കർണനെല്ലാം കൂടെ പരിപാടി ഇട്ടു. അപ്പം ഭഗവാൻ ഒറ്റ വിശ്വരൂപം കാണിച്ചു. ആ വിശ്വരൂപം കണ്ടിട്ട് ദുര്യോധനാദികൾക്ക് മലമൂത്ര വിസർജന തൃഷ്ണ വന്നു എന്നാണ് മഹാഭാരതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഭാഗവതത്തിൽ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത് ഭഗവാൻ ഭഗവത്ഗീതയിലാണ് വിശ്വരൂപം കാണിക്കുന്നത്. ഭഗവത്ഗീതയുടെ 11-ാം അധ്യായമായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ വിശ്വത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അർജുനൻ ചോദിച്ചു, ഇതൊന്ന് കാണാൻ പറ്റുമോ? ഭഗവാൻ പറഞ്ഞു, ധൈര്യമുണ്ടോ? എന്നിട്ട് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. ആ വിശ്വരൂപം കാണിച്ചപ്പോൾ ആ ഭഗവത്ഗീത ചൊല്ലുന്ന പ്രസിദ്ധമായ ശ്ലോകമാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ ഓപ്പൻ ഹീമർ പറയുന്നത്. ആദ്യത്തെ ആറ്റം ബോംബ് ഒരു 15 കിലോ ഉള്ള ഒരു ആറ്റം ബോംബാണ്. അത് മെക്സിക്കോയിൽ ഒരു മരുഭൂമി നടക്കു വെച്ച് പൊട്ടിക്കുകയാണ്. അവിടുന്ന് ഒരു 8 കിലോമീറ്റർ അകലെ ഒരു ഉരുക്ക് കൊണ്ടൊരു ഒരു വീടുണ്ടാക്കി 8 നിലയിൽ. അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇവരിങ്ങനെ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആറ്റം ബോംബ് കൊണ്ട് എക്സ്പ്ലോഡ് ചെയ്തപ്പോഴത്തേന് അതിൻ്റെ തീയും ഇതെല്ലാം ആകാശത്തോട്ട് പോകുന്നത് കണ്ടിട്ട് ഓപ്പൻ ഹീമർ സംസ്കൃതത്തിലെ ഭഗവത്ഗീതയെ നമ്മുടെ സംസ്കൃത ഗ്രന്ഥവും പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇൻഡോളജിൽ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം കോടി കോടി സൂര്യപ്രഭ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രസിദ്ധമായ ഭഗവത്ഗീതയിലെ ശ്ലോകമാണ് ഓപ്പൻ ഹീമർ പറയുന്നത്. ഇപ്പോൾ ഓപ്പൻ ഹീമർ എന്നൊരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലേ? ആ സിനിമയ്ക്കകത്ത് ഓപ്പൻ ഹീമർ ഈ ഭഗവത്ഗീത ഉച്ചരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത് ഭീഷ്മർ ശരശയെ കിടക്കുക. ഭീഷ്മർക്ക് ഉത്തരായണ കാലത്ത് മരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദുര്യോധനം കൊണ്ട് യുദ്ധം ദക്ഷിണായന കാലത്ത് വെച്ചത്. ദക്ഷിണായന കാലത്ത് സേനാനായകൻ വീഴാൻ പറ്റില്ലെങ്കിൽ യുദ്ധം തോക്കാൻ പറ്റിയല്ലോ. പക്ഷെ ഭഗവാൻ ഭീഷ്മരെ വീഴ്ത്തി, എന്നിട്ട് യുദ്ധം ജയിച്ചു. അപ്പോൾ ഭഗവാൻ ഉത്തരായണ കാലം കാത്ത് കിടക്കുകയാണ്. എപ്പോഴാണ് ഈ ഉത്തരായണ കാലം വരുന്നത്? മകരസംക്രാന്തി. മകരസംക്രാന്തിക്ക് അയ്യപ്പ ഭഗവാന്റെ അവിടെ മകര വിളക്ക് നടക്കുന്ന സമയത്താണ് ഉത്തരായണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭഗവാൻ അറിയാം അന്ന് ഭീഷ്മർ മരിക്കുമെന്ന്. ഭഗവാൻ അങ്ങനെ ഭീഷ്മരെ അനുഗ്രഹിക്കാൻ വന്നപ്പോൾ ഭഗവാൻ ഭീഷ്മരെ ഒരു വിശ്വരൂപം കാണിച്ചു. അപ്പോൾ ഈ 4 വിശ്വരൂപങ്ങൾ 4 വളർത്തമ്മയെ വിശ്വരൂപം കാണിച്ചപ്പോൾ പ്രകൃതിരമണീയമായ കാഴ്ചകളും ഒരു സ്ത്രീക്ക് ഷോക്ക് ഉണ്ടാവാത്ത ഇത്ര മഹത്തരമാണ് ഈ ഭൂമിയിൽ നിന്ന് കാണിക്കത്തക്ക സീൻസാണ് കാണിച്ചത്. മിക്കവാറും കേരളത്തിലേതോ സീനാണ് ഭഗവാൻ കാണിച്ചത്. യശോദാമ്മ പറയുന്നത് കേട്ടിട്ട് കേരളം പോലെ ഇടുക്കിയിലൊക്കെ പോലെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്തെ പറ്റിയാണ്. നദിയൊക്കെ ഒഴുകുന്നു, മലകൾ ഒഴുകുന്നു, താഴ്വാരത്തിൽ വനങ്ങൾ വളർന്നിരിക്കുകയാണ് യശോദാമ്മയെ കാണിച്ചത്. ദുര്യോധനനെ വിരട്ടിയപ്പോൾ തന്നെ ഇത് പറ്റി ഭയങ്കര പല്ലും ഇതൊക്കെ ഉള്ളൊരു വിശ്വരൂപമാണ് അദ്ദേഹത്തെ കാണിച്ചത്. പേടിച്ചു പോയ. പക്ഷെ അർജുനനെ കാണിച്ചപ്പോഴോ സൂര്യനും ആയിരക്കണക്കിന് കോടി സൂര്യന്മാരിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഭാഗം, ആ അമേസിങ് ആയിട്ടുള്ള പ്രപഞ്ചത്തെയാണ് അർജുനനെ കാണിച്ചത്. എന്നാൽ ഭീഷ്മരെ കാണിച്ചപ്പോൾ മരിക്കാൻ പോകുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ശാന്തത കിട്ടത്തക്ക സീൻസാണ് ഭീഷ്മരെ കാണിച്ചത്. ഇതിൽ 2 വിശ്വരൂപം ഭാഗവതത്തിലാണ് വരുന്നത്. അർജുനനെ കാണിച്ച വിശ്വരൂപം മഹാഭാരതത്തിൽ വരുന്നതാണ്. യശോദാമ്മയെ കാണിക്കുന്നതും ഭീഷ്മരെ കാണിക്കുന്നതും ഭാഗവതത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പം ഈ ഭാഗവതത്തിലെ ഭഗവാന്റെ വിശ്വരൂപങ്ങൾ ഈ യജ്ഞാചാര്യനെടുത്ത് വിവരിക്കുമ്പോഴാണ് ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാണ് എന്ന് ഒരു ഭക്തന് മനസ്സിലാവുന്നു. അതുവരെ
ഞാൻ വലിയ ആളാണ്, ഞാൻ കോടീശ്വരനാണ്, എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ടെന്ന് അഹങ്കരിച്ചു വരുന്നൊരു മനുഷ്യൻ ഭാഗവത സപ്താഹത്തിന് അവിടെ വന്നിരിക്കും. അവിടെ വന്നിരിക്കുമ്പോഴാണ് യജ്ഞാചാര്യൻ യശോദാമ്മയെ കാണിച്ച വിശ്വരൂപവും ഭീഷ്മരെ കാണിച്ച വിശ്വരൂപവും ഒക്കെ അങ്ങോട്ട് കാണിക്കുന്നത്. ഈ രണ്ടെണ്ണം വിവരിച്ച് കഴിയുമ്പോൾ യജ്ഞാചാര്യൻ മഹാഭാരതത്തിൽ ദുര്യോധനെ കാണിച്ച വിശ്വരൂപവും ഭഗവത്ഗീതയിൽ അർജുനെ കാണിച്ച വിശ്വരൂപവും എടുത്ത് കമ്പയർ ചെയ്യും. അത് കാണുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാവും, ഐ ആം നോബഡി, ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നവൻ എപ്പോൾ മനസ്സിലാവുമോ അപ്പോഴവൻ ആരോഗ്യകരമായ ജീവിതത്തിൽ ജീവിച്ച് സ്വസ്ഥമായി ഈ ജീവിതം കടന്നു പോകാൻ ആഗ്രഹിക്കും. അങ്ങനെ അവൻ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ തെറ്റുകൾ ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അവൻ ശാന്തസ്വരൂപനായി ഭൂമി ജീവിക്കും. അപ്പോൾ അവൻ്റെ എക്സസൈസ് അവസാനിച്ച് അവൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല ആഹാരം കഴിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ ആരോഗ്യം വളരെ നന്നാവും. അവിടെയാണ് വിശ്വരൂപം നമ്മെ മാറ്റിയെടുക്കുന്നത്. നാലാമത്തത്, ഭാഗവതത്തിനകത്തു നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആചാരങ്ങളാണ്. ഹിന്ദുമതത്തിന് 1000-ഓളം ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ, ഒരുപറ്റം ആചാരങ്ങൾ വരുന്നത് ഭാഗവതത്തിലാണ്. യജ്ഞാചാരണീയ ഈ ആചാരങ്ങളെടുത്ത് പറഞ്ഞു തരും. അപ്പം ഇതിൽ ചിലത് മാത്രം, സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചിലത് മാത്രം എടുത്ത് പറയാം. ഏറ്റവും ആദ്യം പറയുന്നു, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. ആചാരപ്രകാരം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ്? രാവിലെ 4 മണിക്ക് ഉണരണം. എന്താണ് ഈ 4 മണിക്ക് ഉണരുന്നതിൻ്റെ പ്രത്യേകത? ഡോക്ടർമാർ അതിൻ്റെ സാരാംശം കണ്ടുപിടിച്ചു. ഡോക്ടർമാർ പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന വെളുപ്പാങ്കാലം 4 മണി തൊട്ട് 6 മണി വരെയാണ്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇൻ്റലക്ച്വൽ വർക്ക് 4 AM to 6 AM ചെയ്താൽ ആ കുട്ടിക്ക് A+ റാങ്കും കിട്ടും. വളരെ സുന്ദരമായ ആചാരമാണ്. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പൊടി തട്ടിങ്ങ് പോവും. ഹിന്ദു എഴുന്നേറ്റാൽ ഉടനെ 10 വിരള് ഭൂമി ദേവിയൊന്ന് തൊട്ടിട്ട് 8 സ്തോത്രങ്ങൾ ചൊല്ലും. അല്ലയോ ഭൂമി ദേവി, നിന്നെ ചവിട്ടിയാൻ നടക്കുന്ന എന്നോട് ക്ഷമിക്കണം. അല്ലയോ ഭൂമി ദേവി, നീ ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ തിന്ന് ഞാൻ ജീവിക്കാൻ അനുവദിച്ചതിനെ നന്ദി പറയും. നിങ്ങൾ ചെയ്യുന്ന 8 മന്ത്രം. എന്തുവാണ് ഈ സംഭവം? ഇതിന് ഭൂമി ദേവിയോട്ടൊരു കണക്ഷനും ഇല്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോ അവയവം വർക്ക് ചെയ്യാൻ സകലം കറണ്ട് വേണം. തലച്ചോറിന് എവിടെയെങ്കിലും സ്ട്രോക്ക് ഉണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? തലച്ചോറിനെ ഒരു ഡോക്ടർ EEG മെഷീനിൽ കണക്ട് ചെയ്യും, ഇലക്ട്രോ എൻസലോഗ്രാഫ്. അവിടെ എവിടെയെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായി എന്ന് പറയും. ഒരു മനുഷ്യൻ നെഞ്ചുവേദനയെന്ന് പറഞ്ഞാൽ ആശുപത്രി വന്നു. ഡോക്ടർ എന്ത് ചെയ്യും? ഹൃദയത്തെ അങ്ങോട്ട് ECGയിലോട്ട് കണക്ട് ചെയ്യും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അവിടെ ഇലക്ട്രിക് വേവിന് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ശരീരത്തിൽ ഓരോ അവയവത്തിനും ഇങ്ങനെ കറണ്ട് വേണം. പക്ഷേ കോട്ടൺ മെത്ത കിടന്നുറങ്ങിയാൽ, കോട്ടൺ പൂർ കണ്ടർ ഇലക്ട്രിസിറ്റി ആണ്. നമ്മുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ചില അവയവങ്ങളിൽ വന്നാൽ അത് അപകടമാണ്. വെളുപ്പാങ്കാലത്ത് 4 തൊട്ട് 8:30 വരെയാണ് ഭൂമിയിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ പകുതി. വെളുപ്പാങ്കാലത്ത് 4 തൊട്ട് 8:30 വരെയാണ് തലച്ചോറിനുണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ്, ഹിന്ദുക്കൾ രാവിലെ എഴുന്നേറ്റ് ഈ ഭൂമി ദേവി വന്ദിക്കണം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞു തരാണ് ഭൂമി ദേവി എന്തിനു വർണ്ണിക്കണം. 10-ാം സ്കന്ധത്തിലെ കഥയില്ലേ, അത് യജ്ഞാചാര്യത്തിൽ പറഞ്ഞു തരും എന്തിന് മനുഷ്യൻ ഭൂമി ദേവി വന്ദിക്കണം. ആ വന്ദനമാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ 10 വിരള തറയിൽ വെച്ച് ആ സ്തോത്രം ചൊല്ലിക്കഴിയുമ്പം അധികമുള്ള കറണ്ട് എർത്താവും. അതോടെ നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് സെർവൽ ഹെമറേജിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതാണ് ഭൂമി ദേവി വന്ദിക്കാൻ പറയുന്നത്. ഭൂമി ദേവി എല്ലായിടത്തെ കാര്യം നമ്മളെ രക്ഷിക്കുക. നമ്മളെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് സെർവൽ ഹെമറേജ് രക്ഷിക്കാനുള്ള പണിയാണ്. അത് കഴിഞ്ഞാൽ നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുമ്പോഴേ കഥ തുറന്ന് പുറത്തിറങ്ങാവും. ഹിന്ദുക്കൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പഞ്ചാംഗം നോക്കും. ഇന്ന് 6:10 സൂര്യോദയം, 6:10 ഹിന്ദു കഥ തുറന്ന് പുറത്തിറങ്ങും. എന്തുവാണ് ഈ സംഭവം? നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് കഥ തുറന്ന് പുറത്തിറങ്ങിയാൽ കള്ളനോട് ഇരുമ്പോടിയും കൊണ്ട് ഇരിപ്പുണ്ട്, ഒറ്റയടി തലയ്ക്ക്. ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞാൽ സ്വാഹ, അതോടെ ഒരുപാട് കഴിയും. പക്ഷെ 5:30 മണിയാകുമ്പോൾ കള്ളന്മാരെല്ലാം ജീവനും കൊണ്ട് സ്ഥലം വിടും. നേരം വെളുത്ത പിന്നെ കള്ളന്മാരൊന്നും അവിടെ നിൽക്കുകയില്ല. പിന്നെ ഈ ഹിന്ദുക്കളുടെ സന്യാസിമാർ ഈ കാടിനടുത്ത് പോയിരുന്ന തപസ്സിയൊക്കെ ചെയ്യുന്നത്. അവിടെ ആന വന്ന് മുറ്റത്ത് നിൽക്കും. മുറ്റത്ത് നിൽക്കുമ്പോൾ 5 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നാലേ ആന ഒരു പിടിയങ്ങ് പിടിക്കും. പിന്നെ കടുവയും പുലിയൊക്കെ വന്ന് വീടിൻ്റെ മുറ്റത്ത് നിൽക്കും. 5 മണിക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്നാലേ കടുവ ഒരു കടി കടിക്കും. അതോടെ സന്യാസിയുടെ ഒരുപാട് കഴിയും. അപ്പോൾ 5:30 മണി കഴിയുമ്പോൾ ആനയും മൃഗങ്ങളും എല്ലാം ആറ്റിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങും. വെള്ളം കുടിക്കാൻ ഇറങ്ങിയിട്ട് അതങ്ങ് കാട് കയറിപ്പോവും. രാമായണം വായിച്ചിട്ടില്ലേ? രാവിലെ അമ്പായക്കാൻ ചെന്നപ്പോൾ ഒരു ആന വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മുനികുമാറിൻ്റെ നേരെ ദശരഥൻ അമ്പയച്ച് ഇല്ലാത്ത കുഴപ്പമെല്ലാം വന്നില്ലേ രാമായണത്തിൽ കഥ എന്ന് പറഞ്ഞ പോലെ 5:30 മണി കഴിയുമ്പോൾ മൃഗങ്ങളെല്ലാം
വെള്ളം കുടിക്കാനായി ആറ്റിന് തീരത്ത് വെള്ളം കുടിച്ചത് കാട്ട് കയറിപ്പോവും, പിന്നെ അവിടെ ഉണ്ടാവില്ല. ഏത് അരിക്കൊമ്പനായാലും മറ്റേ കൊമ്പനായാലും എപ്പോഴാണ് ആക്രമിക്കുന്നത്? വെളുപ്പാങ്കാലത്ത് ആക്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സന്യാസിക്ക്, ആ മനുഷ്യന് കുഴപ്പമുണ്ടാവരുത്, കാടിനടുത്ത് ജീവിക്കുന്നവർ കുഴപ്പമുണ്ടാവരുത്. അതിനാണ് ഭാഗവതം കൃത്യമായിട്ട് പറയുന്നത്, നേരം വെളുക്കുമ്പോഴേ കഥ തുറന്ന് പുറത്തിറങ്ങാവൂ. ഇനി പുറത്തിറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ കൃഷ്ണതുളസി തറയിൽ ചെന്നിട്ട് 4 കൃഷ്ണതുളസി ഇല വായിലിട്ട് ചവച്ചങ്ങ് തിന്നും. എന്തുകൊണ്ട് ഈ കൃഷ്ണതുളസി ഇല? നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ, പനി, ചുമ, കഫം, മൂക്കളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ കൃഷ്ണതുളസിയുടെ ഇല. നമുക്ക് പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൃഷ്ണതുളസി കഫ് സിറപ്പ് 100 രൂപ കൊടുത്ത് വാങ്ങിക്കും. എന്തുവാണ് ഈ കൃഷ്ണതുളസി കഫ് സിറപ്പ്? ഈ ഇല പിടിച്ച് പിഴിഞ്ഞിട്ട് അതിനകത്ത് ഇച്ചിരി കളറും ഇച്ചിരി പഞ്ചസാരയും ചേർക്കുക. അതാണ് ഈ കൃഷ്ണതുളസി കഫ് സിറപ്പ്. നമ്മൾ 4 ഇലയൊക്കെ തിന്നാങ്കിൽ ഒരു പനിയും നമ്മളെ ബാധിക്കുകയില്ല, ഒരു ചുമയും വരത്തില്ല, ഒരു മൂക്കള ഉണ്ടാവില്ല, ഒരു കഫം ഉണ്ടാവില്ല. പിന്നെ കൃഷ്ണതുളസി ഇലയ്ക്ക് ഒരു ഗുണമുണ്ട്. കൃഷ്ണതുളസി ഇലയ്ക്ക് ഡയബറ്റീസ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഡയബറ്റീസ്, മൂത്രമൊഴി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 4 കൂവളത്തില തിന്നാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ കൂവളത്തില? പരമശിവന്റെ ക്ഷേത്രത്തിൽ പരമശിവൻ ഉഗ്ര കോപിയാണ്. അദ്ദേഹത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂവളത്തില ഉപയോഗിക്കുന്നത്. എന്താണ് ഈ കോപം? കോപം BP കൺട്രോൾ അല്ലെങ്കിൽ കോപം വരും. BP കൺട്രോൾ ആണെങ്കിൽ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ആണെങ്കിൽ ആർക്കും ദേഷ്യം വരുമോ? ദേഷ്യം വരില്ല. അപ്പം ആയുർവേദത്തിൽ ബ്ലഡ് പ്രഷറിന് മരുന്നുണ്ടാക്കുന്ന ഈ കൂവളത്തിൽ നിന്നാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പം ഈ പൂജാരി ഈ കൂവളത്തലയും അതിൻ്റെ കൂടെ അവലും മലെല്ലാം കൂടെ നമുക്ക് തരും. അത് ഈ ഭക്തനങ്ങ് ഭക്ഷിക്കും. ഭക്ഷിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഇത് രക്ഷപ്പെട്ടു. ഇനി അമ്പലത്തിൽ പോകാത്ത ഭക്തനാണോ? മുറ്റത്തിറങ്ങി കൃഷ്ണതുളസി കഴിഞ്ഞ് 4 കൂവളത്തിലും കൂടെ തിന്നു കഴിയുമ്പോൾ ഡയബറ്റീസ് കൺട്രോൾഡായി, BP കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൺട്രോൾഡായി, നമ്മുടെ പനി ചുമയും വരാതെ നമുക്കൊരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? 4 യോഗാസനം. ആ യോഗാസനം എങ്ങനെ ചെയ്യണമെന്നുള്ള യോഗാചാര്യനായ ഭഗവാൻ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആരോഗ്യത്തിന് വളരെ ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ ഒരു സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരത്തിൽ 32 വ്യായാമങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. സൂര്യ നമസ്കാരം ചെയ്താൽ വ്യായാമം കിട്ടാത്ത ഒരു മസിലും ഒരു സന്ധിബന്ധവും ഒരു ഞരമ്പും മനുഷ്യ ശരീരത്തിൽ ബാക്കി ഉണ്ടാവില്ല. സൂര്യ നമസ്കാരം. അപ്പോൾ ഉദിച്ചുയർന്ന സൂര്യഭഗവാന്റെ രശ്മികൾക്ക് രോഗാണുക്കളെ കൊല്ലാനുള്ള കഴിവുണ്ട്. അപ്പോൾ രാവിലെ അർത്ഥനഗ്നനായി ഒരു മനുഷ്യൻ നിന്ന് ഈ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യരശ്മികൾ അവൻ്റെ ശരീരത്തിലടിച്ച് എവിടെയെങ്കിലും രോഗാണു ഉണ്ടെങ്കിൽ ആ രോഗാണുവിനെ കൊല്ലാൻ പറ്റും സൂര്യരശ്മികൾക്ക്. അതാണ് സൂര്യ നമസ്കാരം. ഞാൻ പോലീസിൻ്റെ ട്രെയിനിങ് ആയിരുന്നു. ഞാനൊരു ഉത്തരവിട്ടു, പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടി എല്ലാ പോലീസുകാരും SI-മാർക്കും 6 പീരീഡ് സൂര്യ നമസ്കാരവും 20 പീരീഡ് യോഗയും കമ്പൽസറി ആക്കി. ഭയങ്കര ബഹളം. നീന്തോടാ സത്യക്രിസ്ത്യാനി, നീ ഹിന്ദുക്കളുടെ യോഗ നടപ്പാക്കുന്നോടാ, ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞു, പൊന്നുമക്കൾ, ഇതൊന്നും ഹിന്ദുമതത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല, ഇന്ത്യ ലോകത്തിന് കൊടുത്ത വലിയ സംഭാവനയാണ്. എൻ്റെ ഭാഗ്യത്തിന് CP നായർ സാറാണ് ഹോം സെക്രട്ടറി. അതേപോലെ ഒറ്റ ഉത്തരവ്, ഞാനിട്ട ഉത്തരവ് സർക്കാർ ഉത്തരവായിട്ട് അങ്ങ് ഇറക്കി. അതുകൊണ്ട് അതിനുശേഷം ഇന്ന് വരെയുള്ള എല്ലാ പോലീസ് കോൺസ്റ്റബിളും എല്ലാ SI-മാരെയും 6 പീരീഡ് സൂര്യ നമസ്കാരം ചെയ്യും, 20 പീരീഡ് യോഗയും ചെയ്യും. ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞാൽ ശീർഷാസനം. ഒരു ശീർഷാസനം ചെയ്യണം. എന്താണ് ഈ ശീർഷാസനം? മനുഷ്യനിങ്ങനെ ഇരികാലി മൃഗമായി പോകുമ്പം ഹൃദയം പമ്പ് ചെയ്യുന്ന ഓക്സിജനുള്ള രക്തം തറയിലോട്ട് പോകും. അത് കഴിഞ്ഞ് തറയിൽ ചെന്നിട്ട് സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തെ എതിർത്ത് മേപ്പോട്ട് വന്നാൽ മാത്രമേ തലച്ചോറ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശീർഷാസനം നിൽക്കുമ്പം തലച്ചോറ് താഴെയും ഹൃദയം മേളിലുമാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന ഓക്സിജനുള്ള ബ്ലഡ് നേരെ തലച്ചോറിൽ അരച്ച് കയറും. തലച്ചോറിന് അപാര ബുദ്ധിശക്തി ഉണ്ടാവും. അതാണ് ഈ ശീർഷാസനം. അത് കഴിഞ്ഞാൽ ഒരു ഭക്തൻ നേരെ നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകും. ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ആൽമരത്തിന് 7 തവണ പ്രദക്ഷിണം ചെയ്യണം. എന്താണ് ഈ ആൽമരം? ആൽമരമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരം. 2ാമത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് വേപ്പ് മരമാണ്. 3ാമത്തെ കൃഷ്ണതുളസിയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളുടെ പഠനമുറിക്ക് അടുത്തെങ്ങാണ് ഒരു ആൽമരവും വേപ്പുമരവും നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് A+ ഉറപ്പാണ്. ഈ ഓക്സിജൻ ഇങ്ങനെ വന്നാൽ കുട്ടിയുടെ സ്റ്റഡി റൂമിലോട്ട് കയറുമ്പം കുട്ടിക്ക് നല്ല തലച്ചോറിന് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. അപ്പോൾ ആൽമരം വളർത്തുന്നതിനെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. എന്നിട്ട് കൽപ്പാന്ത കാലത്തിൽ ഭഗവാൻ എവിടെ ശയിക്കുന്നത്? ആലിലയിൽ ശയിക്കുകയാണ് ഭഗവാൻ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ആലിൻ്റെ കണക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഭക്തൻ നടന്ന് വന്നിട്ട് ആൽമരത്തിന് 7 തവണ പ്രദക്ഷിണം വെക്കും. ബുദ്ധഭഗവാന് ബോധോദയം ഉണ്ടായപ്പോഴാണ്. ബുദ്ധഭഗവാൻ ആൽമരത്തിൽ ചുട്ടിന്ന് ബോധോദയം ഉണ്ടായി. വല്ല ചക്കയുടെ മാവിനെ ചവിട്ടി വരുന്ന ബോധോദയം ഉണ്ടാവുമോ? ബോധോദയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭക്തൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു 12 അടി നീളവും വീതിയുള്ള ബെഡ്റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ രാത്രി 2 മണിയാകുമ്പോഴേ മുറിയിൽ ഓക്സിജൻ തീർന്നു. പിന്നെ ഈ കാർബൺ ഡൈഓക്സൈഡ് ശ്വസിച്ചുകൊണ്ട് കിടക്കുകയാണ്.
മനുഷ്യൻ്റെ ശരീരത്തിൽ ഇല്ലാത്ത രോഗമെല്ലാം ഉണ്ടാവും. എന്നാൽ നേരം വിളക്കുന്ന ഒരു ഓക്സിജൻ കിട്ടണോ? ഒരു 20 അടിയെങ്കിലും നീളം വീതമുള്ള ബെഡ്റൂം വേണം. അത്രയും വലിയ ബെഡ്റൂം ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവും. എന്നാൽ ജനൽ തുറന്ന് ഉറങ്ങാൻ പറ്റുമോ? ജനൽ തുറന്ന് ഇറങ്ങിയാൽ അല്ലെ വല്ല കള്ളനും വന്ന് അഴിച്ചകത്ത് കയറും. ഇല്ലെങ്കിൽ അയലോക്കത്ത് വീട്ടിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവൻ ക്യാമറയും കൊണ്ട് വന്നിട്ട് ഗംഗാധരൻ നായരും ലക്ഷ്മിയമ്മയും കിടക്കുന്ന മുഴുവൻ അങ്ങ് പിടിക്കും. രാവിലെ 10 മണിയാകുമ്പോൾ ലോകം മുഴുവൻ ഗംഗാധരൻ നായരും ലക്ഷ്മിയമ്മയും പകുതി വസ്ത്രമായി കിടക്കുന്നു. ഭയങ്കര വേണം. പറ്റിയല്ല. അപ്പോൾ ജനലടച്ചാൽ കിടക്കാൻ പറ്റും. അപ്പോൾ ഈ ഓക്സിജൻ കുറവുള്ള ഒരു ഭക്തൻ നടന്ന് ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ ആൽമരത്തിൽ വെച്ചിട്ട് ഈ ഓക്സിജൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിനൊരു 7 വലം വെച്ച് കഴിയുമ്പോൾ മനുഷ്യന് ആവശ്യത്തിന് ഓക്സിജനായി. വീട്ടുമുറ്റത്ത് ആല് വെക്കാൻ പറ്റുമോ? ആലിൻ്റെ വേര് 200 മീറ്റർ വരെ പോകും. നമ്മുടെ വീടിന് അടിയിൽ കൂടെ വന്നത് പൊളിച്ചകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളുടെ മൊസൈക്കും മാർബിളും ഒന്നും ബാക്കിയാ ഉണ്ടാവില്ല. നമ്മുടെ ഭിത്തിയിലോട്ടാണോ എൻ്റെ വേര് കയറുന്നതെങ്കിൽ ഭിത്തി ഇടിച്ചും കളയും ഈ ആൽമരം. പക്ഷെ ക്ഷേത്രം പണിയണമെങ്കിൽ ഒരടി കട്ടിയിലുള്ള പാറ തറയിൽ വിരിച്ചെങ്കിലേ ക്ഷേത്രം പണിയാൻ പറ്റുള്ളൂ. ആ ഒരടിയുള്ള പാറ പൊളിച്ചകത്ത് കയറാൻ ആൽമരത്തിൻ്റെ വേരിന് ശക്തിയില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിന് മുറ്റത്ത് എപ്പോഴും ആൽമരം ഉണ്ടാവും. വീട്ടുമുറ്റത്ത് ആൽമരം വെക്കാൻ പാടില്ല. അപ്പോൾ ഈ ആൽമരത്തിന് 7% വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന ഭക്തന് കാർബൺ ഡയോക്സൈഡ് എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് പോയി ശരീരത്തിൽ ഓക്സിജൻ നിറയും. പിന്നെ ഓരോ ക്ഷേത്രത്തിലെയും ദേവന്മാരെയും ദേവിമാരെയും മെയിൻ ദേവനോ മെയിൻ ദേവതയോ പിന്നെ ഉപദേവതമാരുണ്ട്. ഓരോരുത്തരെ എത്ര തവണ വലം വെക്കണം? ഹിന്ദുമതം വളരെ കറക്റ്റായിട്ടാണ് പറയുന്നത്. പരമശിവനെ 3 തവണ വലം വെക്കണം, വിഷ്ണു ഭഗവാനെ 4 തവണ വലം വെക്കണം, ഭഗവതിയെ 4 തവണ വലം വെക്കണം. ഗണപതി ഭഗവാനെ ഒറ്റ തവണ വെക്കാവൂ. രണ്ടാമത് വെച്ചാൽ ഗണപതി ചൂടാവും. ഗണപതി ഒറ്റ ചാട്ടത്തിന് പരമശിവനെയും പാർവതിയും ചുറ്റി താഴെ വന്ന ആളാണ്. അതുകൊണ്ട് ഒരു തവണ ചുറ്റുന്ന ഭഗവാൻ സന്തോഷം. രണ്ടാമത് ആരുടെ ശല്യം? ഗണപതി വിഘ്നേശ്വരനാണ്. വിഘ്നം ഉണ്ടാക്കിക്കളയ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഗണപതിയെ ഒരു തവണ ചുറ്റാവും. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ 24 പ്രദക്ഷിണം ക്രോസ് ചെയ്യാൻ പാടില്ല. ആൽമരത്തിൻ്റെ 7 കമ്പൽസറിയാണ്. പിന്നെ ദേവദേവന്മാരെ ആരെയൊക്കെ വളയണമെന്നുള്ള തീരുമാനിച്ചാണ്. കാര്യം ടോട്ടൽ 24 ക്രോസ് ചെയ്യാൻ പാടില്ല. എന്തുവാണ് ഈ ചെയ്യുന്നത്? ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം വരണമെങ്കിൽ 300 മീറ്റർ ഒരു മനുഷ്യൻ നടക്കണം. ഇത് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നടന്ന് ക്ഷേത്രത്തിൽ ഒന്ന് 24 പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം 500 മീറ്റർ നടന്നു കഴിഞ്ഞു. സമ്പൂർണ്ണ ആരോഗ്യമാണ്. അവിടെയാണ് ഈ പ്രദക്ഷിണങ്ങളുടെ കഥ. അല്ലാതെ മെയിൻ റോഡിൽ കൂടെ നടക്കാൻ പോയി വല്ല പേപ്പട്ടിയുടെയും കടിയുള്ള വല്ല ആവശ്യമുണ്ടോ? റോഡേ പോയി വല്ല സ്കൂട്ടറുകാരും കൊണ്ട് നടുവിനടിച്ച് നട്ടല് ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ആവുമ്പോൾ ക്ഷേത്രം വളരെ ഭംഗി. അവിടെ വണ്ടി കൊണ്ടാരും വരികയില്ല. സുഖമായിട്ട് പോയി കറങ്ങി തിരിച്ച് വീട്ടിലെത്തുക. ആരോഗ്യത്തിൻ്റെ ഭാഗമാണ് ഈ പ്രദക്ഷിണങ്ങളും വരവും. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് നേരെ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ തൊഴുകയാണ്. അദ്വൈതമാണ്. ഭഗവാനെ വലത് കൈയാവുന്ന നീയും ഇടത് കൈയാവുന്ന ഞാനും ഒന്നാണേ എന്നാണ് നമ്മൾ നമസ്കാരം ചെയ്യുന്നത്. നമ്മളൊരാളിനെ കാണാൻ എന്ത് ചെയ്യും? നമസ്കാരം കൊടുക്കും. നീ ഞാൻ ഒന്നാണേടാ, എനിക്ക് ആപ്പൊന്നും വെച്ചുകളല്ലേ, നമ്മൾ നമസ്കാരം കൊടുക്കും. ഞങ്ങൾ ക്രിസ്ത്യാനികൾ കുരിശ് വരയ്ക്കും, മുസ്ലിങ്ങൾ നിസ്കരിക്കും. പക്ഷേ ഹിന്ദുവാണ് അദ്വൈത പ്രകാരം ഭഗവാനെ തൊഴുന്നത്. ഭഗവാനെ തൊഴുത് പ്രാർത്ഥന എല്ലാം കഴിയുമ്പം അവിടുത്തെ പൂജാരി നമുക്ക് കൂളത്തലയും ഇതെല്ലാം കൊണ്ടുതരും. അത് സമ്പൂർണ്ണ ആഹാരമാണ്. അമ്പലത്തിൽ ചെന്ന് പാൽപ്പായസം കുടിച്ചാൽ പാൽപ്പായസത്തിൽ മുഴുവൻ വൈറ്റമിനും ഉണ്ട്, മുഴുവൻ പ്രോട്ടീനും ഉണ്ട്, മുഴുവൻ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, മുഴുവൻ ഫാറ്റും ഉണ്ട്. ഒരു വൈറ്റമിനുകളും കഴിക്കണ്ട, ഒരു ബെക്കഡാക്സിനും കഴിക്കണ്ട, ഒരു ബിപ്ലക്സ് ഫോർട്ടേ കഴിക്കണ്ട. സാധാരണ മനുഷ്യർ 150 രൂപ കൊടുത്തിട്ടാണ് ഈ വൈറ്റമിൻ കഴിക്കുന്നത്. പാൽപ്പായസം ഒരെണ്ണം കഴിച്ചാൽ പിന്നെ ഒരു വൈറ്റമിൻ്റെ ആവശ്യമില്ല. ഞാൻ അമ്പലപ്പുഴ വഴി എങ്ങാനും പോവുകയാണെങ്കിൽ അവിടെ വിളിച്ച് പറയും, എനിക്കൊരു ഗ്ലാസ് പാൽപ്പായസം വെച്ചേക്കണമെന്ന് പറയും. പൂജാരി എടുത്ത് വെച്ചേക്കും. ഞാൻ കാറ് കൊണ്ട് അവിടെ നിർത്തി ഡ്രൈവർ പോയി എടുത്തോണ്ട് കുടിച്ചുകൊണ്ട് ഞാൻ ഞാൻ കൊട്ടാരം വഴി എങ്ങാനും പോവുകയാണെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ വിളിച്ചാൽ എടിയാ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു 3 ഉണ്ണിയപ്പം വാങ്ങിച്ച് വെച്ചേക്കണമെന്ന് പറയും. ആ 3 ഉണ്ണിയപ്പം തിന്നാലുണ്ടല്ലോ കംപ്ലീറ്റ് വൈറ്റമിൻ, കംപ്ലീറ്റ് പ്രോട്ടീൻ, കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ്, കംപ്ലീറ്റ് ഫാറ്റ്, ഒരു ന്യൂട്രിയൻ്റ് ഒരു വൈറ്റമിനുകളും അന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് അതിൻ്റെ തന്ത്രം. അപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ വരുന്നൊരു ഭക്തൻ വിശന്ന് പോയാൽ ആ ക്ഷേത്രത്തിൻ്റെ അടിത്തറ ധരിച്ചു പോകുന്നതാണ് ഹിന്ദുമത ശാസ്ത്രം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ആഹാരം കൊടുത്തിരിക്കണം. അപ്പോൾ ആഹാരം കൊടുക്കാൻ വേണ്ടി അവിടെ ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്ന പുണ്യം, അത് കുക്ക് ചെയ്യുന്ന പുണ്യം, അത് വിളമ്പി കൊടുക്കുന്ന പുണ്യം, ഭക്തനത് കഴിച്ചിട്ട് പോകുമ്പോൾ വൃത്തിയാക്കുന്ന പുണ്യം, ഭക്തന് 4 പുണ്യം കിട്ടി ഈ ആഹാരം കൊടുക്കുന്ന പ്രോസസ്സിൽ. വിശന്ന് വരുന്ന ഭക്തനോ അവന് വിശപ്പങ്ങ് മാറി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്ന പോലെ വിശക്കുന്നതിന് മുമ്പിൽ ഈശ്വരൻ വരുന്നത് അപ്പമായിട്ടാണ്. അവന് അപ്പം കിട്ടി. ലോകത്തിൽ പല രാജ്യത്തിലും പട്ടിണി മരണം ഉണ്ടാവും. എത്യോപ്യയിൽ പട്ടിണി മരണമുണ്ട്, സോമാലിയയിൽ പട്ടിണി മരണമുണ്ട്, കെനിയയിൽ പട്ടിണി മരണമുണ്ട്, നൈജീരിയയിൽ പട്ടിണി മരണമുണ്ട്. എന്താ ഇന്ത്യയിൽ പട്ടിണി മരണം ഉണ്ടാകാത്തത്? ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രമാണ്.
ക്ഷേത്രത്തിൽ പോയാൽ ഒരു പട്ടിണി കിടക്കുന്നതിന് ആഹാരം കിട്ടിയിരിക്കും. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നവർക്ക് പുണ്യം, തിന്നുന്നവൻ ഈശ്വരൻ അവൻ്റെ മുമ്പിൽ അപ്പമായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ പട്ടിണി മരണമില്ലാതെ ഇന്ത്യ പോകുന്നത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കാരണമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരെയും പോവുകയാണ്. പിന്നെ പകൽ സമയത്ത് ക്ഷേത്രത്തിൽ വരുന്നത് നല്ല മനസ്സുള്ളവരാണ്. രാത്രി കള്ളന്മാരൊക്കെ വരും. അപ്പോൾ നല്ല മനസ്സുള്ള ഭക്തന്മാർ മുറ്റത്തോട്ട് വന്നു. എന്തുകൊണ്ട് ചേച്ചി വിശേഷം? മോൻ എന്തായി, റാങ്ക് കിട്ടിയല്ലേ? മെഡലൊക്കെ കിട്ടിയല്ലേ? സന്തോഷം. അപ്പോൾ പോസിറ്റീവ് മൈൻഡായ രണ്ടാൾക്കാർ അമ്പലം മുറ്റത്തുനിന്ന് പോസിറ്റീവായി സംസാരിക്കുകയാണ്. അത് തലച്ചോറിന് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരും. ആ പോസിറ്റീവ് തിങ്കിങ് ഉള്ളതുകൊണ്ട് റൈറ്റ് എമൗണ്ട് ഓഫ് ഹോർമോൺസും എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായി ആ മനുഷ്യനെ സഹായിക്കുന്നൊരു ഘടകമാണ്. ഭഗവതി ദശാവതാരത്തിന് വന്നു. അവസാനം 10ാമത്തെ ദശാവതാരമാണ്. ഭഗവതി അവതരിക്കാൻ തുടങ്ങണേ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു, ഭഗവതിയെ, ഞാൻ ഭൂമിയിൽ ആമയായിട്ടും പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, നീ പോകാൻ പാടില്ല, നീ മനുഷ്യസ്ത്രീയായിട്ട് മാത്രമേ പോകാവുന്നുള്ളൂ. അങ്ങനെ ഭഗവതി മനുഷ്യസ്ത്രീയായി ഭൂമിയിൽ അവതരിക്കുകയാണ്. ആദ്യം വന്നത് ജ്ഞാനേശ്വരിയായിട്ട്, പിന്നെ വന്നത് ദുർഗാ ഭഗവതിയായിട്ട്, മൂന്നാമത് വന്നത് പാർവതിയായി, നാലാമത് വന്നത് കാളി ഭഗവതിയായി, അഞ്ചാമത് വന്നത് ലക്ഷ്മി ഭഗവതിയായി, ആറാമത് വന്നു സരസ്വതിയായി, ഏഴാമത് ഭഗവാൻ കൃഷ്ണനെ കൂട്ടി രാധയായി വന്നു, എട്ടാമത് ഗായത്രിയായി വന്നു, 9ാമത് ശക്തീശ്വരയായി വന്നു, 10ാമതായി അവതരിക്കാൻ പോവുക. ഭഗവാൻ ചോദിച്ചു, ഭഗവതിയെ എന്തോ ലാസ്റ്റ് അവതാരം? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിൽ ഞാൻ തേനയുടെ ദേവതയെ പോകുമ്പോഴാണ്. മനുഷ്യന്റെ നാക്കിന് മധുരവും തലച്ചോറിനും ബുദ്ധിയും കിട്ടുന്നത് തേനാണ്. അതുകൊണ്ട് ആ തേനയുടെ ദേവതയെ ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കുഞ്ഞിനെ എഴുതിക്കാൻ പോവാണ്, കുഞ്ഞിന് നല്ല ചോറ് കൊടുക്കാൻ പോവാണ്. പൂജാരി എന്ത് ചെയ്യും? പൂജാരി ഒരു ശകലം തേനെടുത്ത് കുഞ്ഞിനെ നാക്കി വെച്ചേരും. ആ തേൻ കഴിച്ചാൽ കുഞ്ഞിന് നല്ല തലച്ചോറിന് ബുദ്ധി ഉണ്ടാവും. പാൽപ്പായസം കഴിക്കുമ്പോൾ ആ പാൽപ്പായസത്തിന് ശകലം തേൻ ചേർക്കും. എന്തിനാണ്? ആ പാൽപ്പായസത്തിൻ്റെ രുചി വേറെയാണ്. ഞാൻ എത്രയോ സ്ഥലത്തു നിന്ന് പായസം കഴിച്ചിട്ടുണ്ടെന്നറിയാമോ? അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ വെല്ലാനൊരു പായസം ഈ ഭൂമിയിൽ ഒരുത്തനും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഒരുത്തനും. അതാണ് അതിൻ്റെ മഹിമയെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളൊക്കെ ബോട്ടനടിച്ച കാറൊക്കെ ഇറങ്ങി പോകും. ഹിന്ദുവിന് പറ്റുമോ? ഹിന്ദുവിന് പറ്റില്ല. ഹിന്ദു ആ ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്നിട്ട് ഭഗവാനോട് ഭഗവതിയോട് യാത്ര ചോദിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ്. ഞാൻ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് നിങ്ങളാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ ഞാൻ പള്ളിയുടെ മുമ്പിൽ ചൊല്ലും. നിങ്ങൾ ദേവാന്ന് വിളിക്കുന്നവർ ഞാൻ യേശു എന്ന് വിളിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. ആ പ്രാർത്ഥനയിൽ ഹിന്ദു ചോദിക്കുന്നത് രസകരമാണ്. ഭഗവാനെ, ഭഗവതിയെ, ഞാൻ പോവാണ്. ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാമെന്ന് ഇവിടെ തൊഴാമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ 3 കാര്യം ഭഗവാനോട് ചോദിക്കുകയാണ്. തന്നേ പറ്റൂ, നോട്ട് നെഗോഷ്യബിൾ. തരണോ വേണ്ടെന്ന് ഭഗവാൻ ആലോചിച്ചുള്ളത് തന്നേ പറ്റൂ. എന്താണ് എന്ത് ചോദിക്കുന്നത്? അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തായിരിക്കണം. റോഡ് പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ കിടന്ന് പടച്ചവിടെ ചാവരുത്. ക്യാൻസർ ഒന്ന് കട്ടിക്കൂടി കിടന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരുത്. ആയാസമുള്ളത് മരിക്കണം. ഞങ്ങളുടെ വേദോസ്തത്തിൽ പറയുന്നുണ്ട്, നീതിമാന്റെ മരണം ഉറക്കം പോലെ. രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ ചത്ത് കിടന്ന സ്വർഗ്ഗം ഉറപ്പെന്നാണ് ക്രിസ്ത്യാനി വേദോസ്തത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഹിന്ദുവും പറയുന്നത്, അനായാസേന മരണം. രണ്ടാമത് ഹിന്ദു ചോദിക്കുന്നത്, വിനാ ദൈന്യതേ ജീവിതം. മരണം വരെ എനിക്ക് ദയനീയാവസ്ഥ ഉണ്ടായിരുന്നു. നടക്കാൻ വയ്യ, 2 പേരുടെ സഹായം വേണം. ചോറ് വിളയുമ്പോൾ തിന്നാൻ വയ്യ, കൊച്ചുമക്കൾ ഉരുട്ടി വായിലോട്ട് വെച്ച് തിന്നാൻ. പിന്നെ മോൻ്റെയോ മരുമോടെയോ ശമ്പളത്തിൽ ജീവിക്കാൻ. എൻ്റെ അമ്മോ, ഇതുപോലൊരു ഗതികേട് ഈ ഭൂമി വേറെയില്ല. അപ്പോൾ സാമ്പത്തികമായോ ആരോഗ്യപരമായോ ആരുടെ മുമ്പിലും ദയനീയതയില്ലാതെ സ്വസ്ഥമായി എനിക്ക് മരണം വരെ പോണം. മൂന്നാമത് ചോദിക്കുന്നത്, ദേഹീമേം കൃപയാം വിഷ്ണു ത്വയീ ഭക്തി അചഞ്ചലം. ദേഹമല്ല ദേഹി, എൻ്റെ ആത്മാവ് ഭഗവാനെ അങ്ങയുടെ കരുണയാൽ എന്നും ഭഗവാന്റെ മുമ്പിൽ ത്വയീ ഭക്തി അചഞ്ചലമായി നിൽക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മരണാനന്തരം തവദർശനം. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ കണ്ട് അവിടെ തൊഴിൽ നിൽക്കാൻ പറ്റിയിരിക്കണം. അപ്പോൾ പാപം കൂടുതലുള്ളവനൊക്കെ എന്ത് ചെയ്യും? ടെമ്പററി നരകം, പിന്നെ പുനർജന്മമൊക്കെ പോകണം. മോക്ഷം കിട്ടുന്നവനാണ് നേരെ ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ കാണുന്നത്. എന്തൊരർത്ഥമുള്ള പ്രാർത്ഥനയാണ്. മക്കളെ IAS ആക്കാൻ പറഞ്ഞ, കാഞ്ഞിരപ്പള്ളി 500 രൂപയ്ക്ക് റെസ്റ്റേഡ് തരാൻ പറഞ്ഞ, എന്നെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയാക്കണമെന്ന് പറഞ്ഞോ, റിലയൻസ് ഇൻഡസ്ട്രിയുടെ 10% ഷെയർ വേണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. വളരെ സിമ്പിളായ 3 കാര്യം. ആ 3 കാര്യം കിട്ടിയാൽ മനുഷ്യ ജീവിതം സാർത്ഥകമായി. ആയാസമില്ലാതെ മരിക്കുക. ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ കമ്മീഷൻ മെമ്പറായിരുന്നു. പല ഓൾഡ് ഏജ് ഹോമിലും പോകും. നിങ്ങൾക്ക് എങ്ങനെ മരിക്കണമെന്നാണ് ആഗ്രഹം ചോദിച്ചാൽ ടപ്പെന്ന് ഉത്തരം വരും, ഹാർട്ട് അറ്റാക്ക്. ഞാൻ ചെന്തുവാ, ടപ്പെന്നങ്ങ് പോകും സാറേ, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ടപ്പെന്നങ്ങ് പോകും. ഈ 70-80 വയസ്സുള്ള വല്യപ്പനും വലിയും പറയുന്നതാണ് ടപ്പെന്നങ്ങ് പോകും. അതാണ് ആയാസമില്ലാതെ മരിക്കുക. അപ്പം ആയാസമില്ലാതെ മരിക്കുക,
ശാരീരികമോ സാമ്പത്തികമോ ആരെയും ആശ്രയിക്കാതെ ദയനീയാവസ്ഥയില്ലാതെ ജീവിക്കുക. മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടി ഭഗവാന്റെ അടുത്ത് പോവുക എന്നൊരർത്ഥ സമ്പുഷ്ടമാണ്. ഈ ആചാരങ്ങളുടെ മഹിമ ഭാഗവത സപ്താഹത്തിൽ യജ്ഞാചാര്യൻ പറഞ്ഞുതരും. യജ്ഞാചാര്യൻ ഞാനതിൽ സാമ്പിൾ കുറേ എടുത്തുള്ളൂ. ഓരോ കഥ പറയുമ്പോഴാണ് ഇത് പറയുന്നത്. ഓരോ പുനർജന്മ കഥ പറയുമ്പോൾ ഇത് ഓരോന്ന് വരും. ഞാൻ പെട്ടെന്ന് കുറേ സാമ്പിൾ എടുത്താണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെയൊക്കെ വനവാസത്തിന് കാണാൻ പോയി. ദശാമ സ്കന്ധത്തിൽ പറയുന്ന കഥയാണ്. അവിടെ ചെന്ന് യുധിഷ്ഠിരനെല്ലാം വർത്താനം പറഞ്ഞിരിക്കുക. ഭഗവാൻ ചോദിച്ചു, എന്താ യുധിഷ്ഠിര ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ ഭഗവാനെ ഇന്നത്തെ പ്രശ്നം? ഇന്ന് നാഗപഞ്ചമി എന്നൊരു അറിഞ്ഞൂടെ? എന്നിട്ട് ഭഗവാൻ യുധിഷ്ഠിരനോട് പഞ്ചപാണ്ഡവന്മാരോടും പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് നാഗം, എങ്ങനെയാണ് നാഗത്തെ പൂജിപ്പിക്കേണ്ടത്, നാഗപഞ്ചമി എന്താണ്. ഉഗ്രം ക്ലാസ്സാ. ചിലപ്പോൾ യജ്ഞാചാരൻ ആധാരിക്ക് ചിലപ്പോൾ എടുക്കുന്ന സാമ്പിള് എടുത്തങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ ഒരാചാരം എങ്ങനെ ആചരിക്കണം കൃത്യമായി പറയുകയാണ്. രാമായണം എഴുതി വാത്മീകി മഹർഷി യുധിഷ്ഠിരനെ കാണാൻ വന്നു. വൈകിട്ടയാളെന്തോ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കപ്പലണ്ടിയൊന്നും ഇല്ല, ഏതാണ്ട് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വാത്മീകി ചോദിച്ചു, എന്താ രാജാവ് ഇങ്ങനെ ഇരിക്കുന്നത്, സന്ധ്യ ആവാറായില്ലേ, ഇന്നത്തെ ദിവസം എന്തെന്ന് അറിഞ്ഞൂടെ? യുധിഷ്ഠിരൻ ഇന്നത്തെ ദിവസം എന്താണ്? അയാൾക്ക് ഈ പഞ്ചാംഗ ഡയറി ഒന്നും ഇല്ല കേട്ടോ. വാത്മീകി പറഞ്ഞു, ഇന്ന് ശിവരാത്രിയാണ്. ആരാണ് പരമശിവൻ അറിയാമോ? ശിവരാത്രി എങ്ങനെ ആഘോഷിക്കണമെന്ന് അറിയാമോ? വാത്മീകി ഒരൊറ്റ ചാപ്റ്ററാണ്, മഹാഭാരതത്തിൽ ഒരു ചാപ്റ്റർ മുഴുവൻ വാത്മീകി യുധിഷ്ഠിരനെ ഉപദേശിക്കുകയാണ്. എന്താണ് ആരാണ് പരമശിവൻ, എന്താണ് ശിവരാത്രി. പല ശിവക്ഷേത്രങ്ങളിൽ ഞാൻ ഈ വാത്മീക ക്ലാസ് എടുത്തോടെ പ്രസംഗിക്കും ചിലപ്പോൾ. അപ്പോൾ ഓരോ ആചാരവും ഇപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ മുനികുമാരന്മാരെ ആഹാരം ചോദിച്ചപ്പോൾ മുനിയുടെ ഭാര്യമാർ കൊടുത്തു, മുനി കൊടുത്തില്ല, സന്യാസിമാർ കൊടുത്തില്ല. ഒരു കഥ പറയാണ്. ആഹാരം കൊടുക്കുന്നതിൻ്റെ മഹിമ പറയാൻ വേണ്ടിയാണ് ഭാഗവത്തിലെ കഥ പറയുന്നത്. എങ്ങനെയാണ് ഈ ഗജേന്ദ്രൻ ആനയായിട്ട് വന്നത്? അവൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? ഇനി ആ ഗജേന്ദ്രനെ അടി കൂടെ പിടിക്കാൻ വന്ന മുതല അവൻ കഴിഞ്ഞ ജന്മത്തിൽ സന്യാസിമാർ കുളിക്കുമ്പോൾ വെള്ളത്തിനടുക്ക് വെച്ചെന്ന് കാലെ പിടിച്ച് വലിക്കുന്നവനായിരുന്നു. അവനെ പിടിച്ച് ഗജേന്ദ്രൻ്റെ കാലെ പിടിക്കുന്ന മുതലയാക്കി മാറ്റി കളഞ്ഞു. അപ്പോൾ ഈ 48 പുനർജന്മവും പറയുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ എന്ത് തെറ്റ് കാരണമാണ് ഇവൻ ഈ പുനർജന്മം എടുത്തത്, ഓരോ ആചാരം എങ്ങനെയാണ്, ഓരോ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഒക്കെ നമുക്ക് പറഞ്ഞു തരാണ്. പരശുരാമൻ ചിലത് പറഞ്ഞു തരും. അപ്പോൾ ഈ ഭാഗവതം സപ്താഹം കേൾക്കുമ്പോൾ ഈ ഭാഗവതത്തിൽ നമ്മൾ പഠിക്കുന്ന ആചാരങ്ങൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വറിയില്ലാതെ എങ്ങനെ ജീവിക്കാം, പോസിറ്റീവ് മൈൻഡായിട്ട് എങ്ങനെ ജീവിക്കാം, ആഹാരം കഴിക്കേണ്ടതാണ്, കഴിക്കാൻ പാടില്ലാത്ത ഏതാണ്, നമ്മളെ ശുഭചിന്തകൾ എങ്ങനെ കൊണ്ടുവരണം, പിന്നെ നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കണം. അജാമ്പളൻ്റെ കഥ പറയും ഭാഗവതത്തിൽ. അജാമ്പളൻ ചെറുപ്പത്തിൽ നല്ലവനായിരുന്നു, ഇടയ്ക്കങ്ങ് പഴിച്ചുപോയി. അവസാനം യമൻ്റെ ദൂതന്മാർ വന്നപ്പം പെട്ടെന്ന് മോനെ വിളിച്ചു, നാരായണ നാരായണ എന്ന് വിളിച്ചു. അപ്പോൾ നാരായണ ഭഗവാന്റെ പാർഷദന്മാർ വന്ന് അജാമ്പളൻ്റെ ജീവൻ അങ്ങ് മേപ്പോട്ട് കൊണ്ടുപോയി. രസകരമായ കഥയാണ്. കഥ എന്താണ്? കഥയെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ മോക്ഷം കിട്ടാനൊരു ഭാഗമാണ്. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ വെളുത്തിയിട്ട് രാമ 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 പാഹിമ, മോക്ഷം കിട്ടാൻ ബെസ്റ്റാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാഹര ചൊല്ലുകയാണ്, മുഴുവൻ ഭഗവാന്റെ പേരാണ്. സഹസ്രനാമം ചൊല്ലിയാൽ മുഴുവൻ ഭഗവാന്റെ പേരാണ്. മോക്ഷം കിട്ടാൻ ഒരു മാർഗമാണ് ഭഗവത് നാമം ഉച്ചരിക്കുക. ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഭൂമി ചെയ്യാൻ പാടില്ലാത്തവരെ തെറ്റുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ആ തെറ്റിൽ നിന്ന് മനുഷ്യൻ മാറി. മറ്റു മതങ്ങളിൽ മനുഷ്യനെ കൊന്നോ മൃഗത്തെ കൊന്നോ രക്തം ഒഴിക്കുക ഭഗവാനെ സന്തോഷിപ്പിക്കാം. ഹിന്ദു മതത്തിന് പറ്റുമോ? പറ്റുകയില്ല. ഹിന്ദു മതത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത് ഭഗവാന് നാട്ടുകാർക്ക് ആഹാരം കൊടുത്ത് പുണ്യം ചെയ്താലേ മോക്ഷം കിട്ടുള്ളൂ. അപ്പോൾ ഭാഗവത സപ്താഹം കേൾക്കുമ്പോൾ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട 5 മാത്രം സൂചിപ്പിച്ചതാണ്. 1 മണിക്കൂർ സമയം തന്നതുകൊണ്ട് ആരോഗ്യം നേരിടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഭാഗവതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ആരോഗ്യപരമായി ജീവിക്കാൻ വേണ്ടി ഈ ഭാഗവത സപ്താഹം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.